പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു മനോഹരമായ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നരായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതൊരു ത്യാഗപൂർണമായ ദാനമായിരുന്നു. അവൻ്റെ സ്വഭാവത്തിനും പ്രകൃതിക്കും ഇതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ഇതുപോലെ എല്ലാ വിശ്വാസികളുമായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ പണക്കാരനല്ല, സർവത്തിൻ്റെയും സൃഷ്ടാവ്, സകലതും അവൻ മുഖാന്തരം ഉളവായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്കിലും അവനിവിടെ ജനിക്കുവാനൊരു സ്ഥലമില്ലായിരുന്നു. സത്രത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സത്രത്തിലുമല്ല, പശുത്തൊഴുത്തിലുമല്ല, എവിടെയാണ് അവനെ പ്രസവിച്ചതെന്ന് എഴുതിയിട്ടില്ല. അവനൊരു വീടില്ലായിരുന്നു. ചിലർ വളരെ സങ്കടത്തോടുകൂടി എന്നെ സമീപിച്ച് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, എനിക്കൊരു വീടില്ല, പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനൊരു വീടില്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം അവൻ്റെ അമ്മയെ ആര് നോക്കുമെന്നായിരുന്നു. ഇന്നത്തെ തലമുറകൾ മാതാപിതാക്കളെക്കുറിച്ച് വിചാരമില്ലാത്തവരാണ്. ആത്മീയരായ നമ്മളെങ്കിലും മാതാപിതാക്കളെക്കുറിച്ച് കൺസേൺ ഉള്ളവരാകണം. അവനെ അടക്കുവാനൊരു കല്ലറയിലായിരുന്നു, അതും കടം വാങ്ങുകയായിരുന്നു. അവന് കയറി നിന്ന് പ്രസംഗിക്കുവാൻ ഒരു പടക് വേണമായിരുന്നു, അത് ശീമോനോട് ചോദിച്ചു വാങ്ങുകയായിരുന്നു. അവൻ്റെ കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു. ഒരിക്കൽ ശീമോൻ ടാക്സ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യേശുവിനെ സമീപിച്ചപ്പോൾ, പോയി ഒരു മത്സ്യത്തെ പിടിക്കൂ, അതിൻ്റെ വായിൽ ഒരു ചതുർദ്രഹ്മ പണമുണ്ട്, അതെടുത്ത് എനിക്കും നിനക്കും ടാക്സ് കൊടുക്കൂ എന്നാണ് അവൻ പറഞ്ഞത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന് വിശന്നപ്പോൾ ഒരു അത്തിപ്പഴത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല. അവന് വേണ്ടി അവനൊരു അത്ഭുതവും ചെയ്തില്ല. അന്ന് പൊരിഞ്ഞ വയറോടുകൂടി അന്ന് രാത്രി അവൻ പോയി കിടന്നുറങ്ങിക്കാണും. നമ്മുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളുമെല്ലാം അവൻ അനുഭവിച്ചിട്ടുണ്ട് പ്രിയരെ. വചനം പറയുന്നു, അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. നമ്മെ ആത്മാവിൽ സമ്പന്നരാക്കുവാൻ അവനെ ജഡത്തിൽ ദരിദ്രനാക്കി. നമുക്കെപ്പോഴും അവനെ ഓർക്കാം നന്ദിയോടെ. ആമേൻ.